അറിവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്ദേവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം. ദൈവിക സംഗീതത്തിൽ അലിഞ്ഞില്ലാതാകുന്ന വേദനകളും ദുഃഖങ്ങളും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ മൂലം ജീവിതയാത്രയിൽ ഒറ്റപ്പെടുമ്പോൾ താങ്ങായി തണലായി നിലകൊള്ളുന്ന സ്നേഹവീടുകൾ. ആലപ്പുഴ തീരദേശ മേഖലയിൽ മാനസികമായി തളർന്ന് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് മരുന്നും കിടപ്പാടവും നൽകി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1959 തെരേസ്യൻ കർമ്മലീത്ത സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാന്ത്വന ഭവനമാണ് സെന്റ് റീത്താസ് ഭവൻ. ഏകദേശീയ കർമ്മലീത്ത സഭയുടെ മദർ ജനറലും പ്രൊവിൻഷ്യൽ സുപ്പീരിയറും സെന്റ് റീത്താസ് കോൺവെന്റിലെ സഹോദരിമാരുമാണ് ഈ സ്ഥാപനം നയിച്ചുകൊണ്ട് പോകുന്നത്. 1959 ഇതിൻ്റെ ആരംഭം. മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും അവരെ വേണ്ട വിധത്തിൽ ചികിത്സിക്കുകയും ചെയ്യുന്നതിനായി ഡോക്ടർമാരും സൈക്കോളജിസ്റ്റും നേഴ്സസും പാരാമെഡിക്കൽസും അറ്റൻഡേഴ്സും പ്രത്യേക പരിഗണന രോഗികൾക്ക് നൽകുന്നു. അവർക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനായി അശ്രാന്തം പരിശ്രമിക്കുകയും ഇവിടെ വെച്ച് തന്നെ അവരുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് അവരെ മറ്റു പല രീതികളിലേക്കും, അതായത് റെക്രിയേഷൻ ഹാളിലേക്ക് കൊണ്ടുപോയി അവരെ കളിപ്പിക്കുക, പഠിപ്പിക്കുക, അവർക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പിന്നീട് അവരെ പുറത്തേക്ക് ഇറക്കി പച്ചക്കറി തോട്ടത്തിലും പൂന്തോട്ടത്തിലും സഹായിക്കുക എന്നുള്ള ആ ഒരു ജോലിയിലേക്ക് അവരുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മരുന്നും ഞങ്ങളുടെ പരിഗണനയും എല്ലാം അവർക്ക് കൊടുത്തു, സ്നേഹവും കൊടുത്തുകൊണ്ട് അവരെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നു. മദർ തെരേസയുടെ പാത പിന്തുടർന്ന് ഒറ്റപ്പെടുന്ന സമൂഹത്തിന് സാന്ത്വനമേകാൻ ഇന്ത്യയിലെ പ്രഥമ ഏകദേശീയ സന്യാസ സഭയായ തെരേസ്യൻ കർമ്മലീത്ത സഭ തയ്യാറായി. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും മൂലം മാനസികമായി തളർന്നു പോയവർക്ക് ആശ്വാസമാണ് ചേർത്തല തങ്കിയിലെ സെന്റ് റീത്താസ് ഹോസ്പിറ്റലും ഭവനവും. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാനസിക രോഗികളെയും വീട്ടുകാർ ശുശ്രൂഷിക്കാനായി എത്തിക്കുന്ന മാനസിക രോഗികളെയും ഒരു വീട്ടിലെ അംഗത്തെപ്പോലെ ഇവിടെ പരിചരിക്കുന്നു. ഒരു ആശുപത്രിയുടെ ചികിത്സാ രീതികളോടൊപ്പം ഒരു കുടുംബാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടാണ് മാനസിക രോഗികളെ പരിചരിക്കുന്നത്. ശരിക്കുള്ള വസ്ത്രങ്ങൾ ഇല്ലെങ്കിലും അത് എവിടെന്നെങ്കിലും മറ്റുള്ളവരുടെ കഴിവുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവർക്ക് വസ്ത്രം കൊടുക്കുന്നു. അവർക്ക് ധരിക്കാനുള്ള ചെരുപ്പില്ലെങ്കിൽ അതും മറ്റുള്ളവരോട് വാങ്ങി അത് എങ്ങനെയെങ്കിലും അവരുടെ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് തന്നെ വീട്ടുകാർ വരുമ്പോഴും അവരോട് പരിഗണന കൂടുതലായിട്ട് കാണിക്കുന്നു. കാരണം അതെല്ലാം
ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം നടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്നവരെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് സഹിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരുവിധ വിഷമവും ഇന്നവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ മദർ ജനറലിനെ കൂടുതൽ അറിയിക്കുമ്പോൾ മദർ സഹായിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന മാനസിക രോഗികൾക്ക് സ്നേഹത്തിലൂടെ, സൗഹൃദത്തിലൂടെ സാന്ത്വനമേകി അവരെ നന്മയുള്ളവരാക്കി ഉയർത്താൻ ഈ സന്യാസ സമൂഹം ശ്രമിക്കുന്നു. ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ മാനസിക രോഗികളെ സ്നേഹപൂർവ്വം പരിചരിക്കുവാൻ കഴിയൂ. ഏതു സമയത്തും അക്രമം ഉണ്ടാകുമെന്ന ചിന്തയിൽ അതിനെ സ്നേഹപൂർവ്വം നേരിടാൻ തയ്യാറായി നിൽക്കുന്ന സേവകർ. ഇവരുടെ കയ്യിൽ വടികളും ചങ്ങലകളുമില്ല. പകരം പകർന്നു നൽകുന്ന സ്നേഹം മാത്രം. ഇരുമ്പു വാതിലുകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സൗഹൃദത്തോടെ ജീവിക്കാൻ മാനസിക രോഗികൾ തയ്യാറായി കഴിഞ്ഞു. വേദനകളെയും ദുഃഖങ്ങളെയും മനസ്സിൽ നിന്ന് അകറ്റാൻ പാട്ടുകൾ പാടുന്നവരും ഇവിടെയുണ്ട്. അവർക്ക് പ്രോത്സാഹനമേകുന്ന ശുശ്രൂഷകരും. സദയം നയിച്ചാലും സാന്ത്വന പ്രകാശമേ, നിറയും ഉടൽ മഞ്ഞിൻ മധ്യത്തിലൂടെ എന്നെ. സദയം നയിച്ചാലും സാന്ത്വന പ്രകാശമേ, നിറയും ഉടൽ മഞ്ഞിൻ മധ്യത്തിലൂടെ എന്നെ. ഇരുണ്ട നിശീതിനി പവനം വിദൂരവും കരുണാപൂർവം വഴി കത്തിച്ചു തരേണമേ. 100ഓളം വരുന്ന മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഈ ആതുരാലയത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും കുടുംബാംഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. വളരെ ചെറിയൊരു ശതമാനം പേരെ കാണുവാനും അവർക്ക് എന്തെങ്കിലും നൽകുവാനും വല്ലപ്പോഴും എത്തുന്ന വീട്ടുകാർ. ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ആശ്വാസമേകുന്ന ഈ ഭവനിൽ കേരളത്തിന് പുറത്തുനിന്നുള്ളവരുമുണ്ട്. ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചാപ്പലിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഒരു ദിവസത്തെ ദിനചര്യകളുടെ പ്രധാന തുടക്കം. അതിരാവിലെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചുണർത്തുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ദൈവത്തിൽ ഓർമ്മ വരുന്നതിന് വേണ്ടിയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ TV അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് നല്ല പാട്ടെല്ലാം കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം അവരെ പ്രഭാതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് അവരോട് ഞങ്ങൾ പറയുന്നു. ചിലവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഞങ്ങളുടെ സഹായത്തോടെ അവർ പല്ല് തേക്കുക, കുളിക്കുക എല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം മാറി അതിന് ശേഷം കൃത്യം 8 മണിക്ക് തന്നെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനായി ചിലർ മടി കാണിക്കുകയാണെങ്കിലും അവരെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കൊണ്ടുപോയോ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അവർക്ക് ആവശ്യമായി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ നൽകുന്നു. അവരുടെ ബ്ലഡ് പ്രഷർ അവരുടെ കാര്യങ്ങളെല്ലാം ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ അവർക്ക് ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുന്നു. അതിനായി സ്റ്റാഫ് നഴ്സസും ഓക്സിലറി നഴ്സസും അറ്റൻഡേഴ്സും അവരെ പരിചരിക്കുന്നതിനായി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സേവനസന്നദ്ധരായി ഇടയ്ക്കെത്തുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളും സിസ്റ്റേഴ്സും ആതുരാലയത്തിലെ സേവനസന്നദ്ധരും ചേർന്ന് എല്ലാ രോഗികളെയും പരിചരിക്കുന്നു. പ്രഷറും മറ്റും കൃത്യമായി നോക്കി മരുന്നുകൾ ചിട്ടയോടെ നൽകുന്നു. സ്നേഹപൂർണമായ പരിചരണം വഴി മാനസിക നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ എമരിറ്റ CTC പറഞ്ഞു. ആഴ്ചയിൽ 2 പ്രാവശ്യം ആരാധനയും മാസത്തിൽ 1 ദിവസം കുമ്പസാരവും കുർബാനയും ഉണ്ടായിരിക്കും. അതിനായി ഞങ്ങൾ അവരെ ഒരുക്കുന്നു. അതിനുശേഷം 12:30 വരെ, ചിലപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ റിക്രിയേഷൻ ഹാളിൽ കൊണ്ടുപോയി അവരെ കളിപ്പിക്കുകയും പാട്ട് പാടിക്കുകയും കളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു കൊടുക്കുന്നു. കൃത്യം 12:30 തന്നെ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ഉറങ്ങാനുള്ള സൗകര്യം കഴിച്ച് ഉടനെ തന്നെ അവർ ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നു. 1 മണിക്കൂർ അവർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ വായനയും കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുന്നു. ചായ കുടിച്ചതിന് ശേഷം അവരെ പുറത്തിറക്കി പച്ചക്കറിത്തോട്ടത്തിലും ബാറ്റ് കളിക്കാനും ബോൾ കളിക്കാനും എല്ലാം അവരോടുകൂടെ ഞങ്ങളും ഇറങ്ങുന്നു. ഓരോ കാര്യങ്ങളും അവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവരെ പ്രബോധിപ്പിക്കുന്നു. അതിനുശേഷം അവരെ തിരിച്ച് അകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ച് എല്ലാവരും വന്നോ എന്ന് നോക്കി, ഇതിൻ്റെ ഇടയിൽ ഓടിപ്പോകുന്ന ആളുകളും ഉണ്ടാകും. അവരെയും വളരെ കാര്യമായിട്ട് നോക്കി അകത്തേക്ക് കയറ്റി പിന്നെ അവർ അവിടെ ഇരുന്ന് കുറച്ച് കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെയും ഭക്ഷണം കഴിച്ച് മെഡിസിനും കഴിച്ച് അവർ ഉറങ്ങുന്നു. ജീവിതയാത്രക്കിടയിൽ എവിടെയോ വെച്ച് താളം തെറ്റിയ ജീവിതം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആരുടെയും തുണയുമില്ലാതെ ചങ്ങലകളിൽ കുടുങ്ങി ഇരുണ്ട മുറികളിൽ ജീവിതം തീരേണ്ട അവസ്ഥകളിൽ നിന്ന് സൗഹൃദം നിറഞ്ഞ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന തെരേസൻ കർമ്മലിത്ത സഭയിലെ സിസ്റ്റേഴ്സ്. പ്രാർത്ഥനയും മരുന്നും പരിചരണങ്ങളും കൂടാതെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതക്രമം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. പുഷ്പച്ചെടികളെയും കാർഷിക വിളകളെയും പരിചരിക്കുന്നതിലൂടെ സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ രോഗശാന്തി നേടുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. ഇവർക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വരാനും നമ്മളോട് കൂടുതൽ സ്വതന്ത്രമായി പെരുമാറുവാനും നഷ്ടപ്പെട്ടു പോയ അവരുടെ അവസ്ഥയെ തിരിച്ചു കൊടുക്കുവാനും സാധിച്ചതിൽ എനിക്കൊരു നല്ല സംതൃപ്തി ഉണ്ടാകും. ഏദൻ തോട്ടത്തിൽ അവർ ഉല്ലസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ആ മനസ്ഥിതി പോലെ അവർക്കും സന്തോഷം പകരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. മാനസിക രോഗങ്ങൾ കൊണ്ടും പ്രായം കൊണ്ടും കൂടുതൽ പരിചരണം ആവശ്യമുള്ളവരെ പ്രത്യേകം കെയർ ചെയ്യുന്നു. എല്ലാവർക്കും സൗഖ്യമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ഭവനത്തിൽ വൈദ്യപരിശോധന, കൃത്യമായ രീതിയിൽ മരുന്നുകൾ നൽകൽ, കൗൺസിലിംഗ് തുടങ്ങിയവ ഡോക്ടർ ജെയ്സൺ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. സേവന തൽപരരായ വ്യക്തികളും അപൂർവം ചില രോഗികളുടെ ബന്ധുക്കളും നൽകുന്ന ചെറിയ തുകകൾ കൊണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം നിലനിർത്തി പരിചരിക്കുവാൻ സാമ്പത്തികം കൂടുതലായി ആവശ്യമുണ്ട്. തെരേസൻ സഭയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികം പലപ്പോഴും തികയാത്ത അവസ്ഥ. സേവന മനസ്സോടെ പരിചരിക്കുവാൻ
ചിലർ തയ്യാറാകുന്നതും വല്ലപ്പോഴും ചിലർ നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണവും സിസ്റ്റേഴ്സിന് ആശ്വാസമാകുന്നു. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന രുചികരമായ ഭക്ഷണം ആവശ്യാനുസരണം തയ്യാറാക്കി വിളമ്പിക്കൊടുക്കുവാനും ത്യാഗമനസ്സോടെ സിസ്റ്റേഴ്സും സഹപ്രവർത്തകരും തയ്യാറാകുന്നു. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ യേശുഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ പുണ്യപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കേട്ടിടാത്ത കാതു കാതാണോ? മാനസിക രോഗമുള്ളവരും എന്നാൽ വീടുകളിൽ താമസിക്കാൻ പറ്റാത്തവരും നിലവിൽ ആരും സംരക്ഷിക്കാനില്ലാത്തവരുമായ സമൂഹത്തെയാണ് ഇവിടെ ശുശ്രൂഷിച്ച് സംരക്ഷിക്കുന്നത്. തങ്ങളുടെ ബന്ധുക്കൾ വരുമെന്ന പ്രതീക്ഷയോടെ വർഷങ്ങളോളം കാത്തിരിക്കുന്നവരെ ഇവിടെ കാണാം. സ്നേഹപൂർണമായ പരിചരണത്തിൽ ഒരു കുടുംബാന്തരീക്ഷം ഒരുക്കിയും ചികിത്സകളുടെ ഭാഗമായി ഒരു രോഗി ശുശ്രൂഷാ കേന്ദ്രത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചും എല്ലാ രോഗികളുടെയും ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നു. ശാരീരികമായിട്ട് ഉള്ള അസുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉള്ള മാനസികമായിട്ടുള്ള അസുഖങ്ങളുമുണ്ട്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിൽ ഉള്ള ആൾക്കാർ അനുഭവിക്കുന്ന പോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേർഡൻ അവരും കൂടി ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം സൈക്കാട്രിക് അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, സോഷ്യൽ അപ്രോച്ച് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സെറ്റിങ്ങിൽ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനെ കൂടുതൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവർ ജോലിയിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട്. അപ്പം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ രോഗികൾക്കുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ഹെൽപ്പ് കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സൗകര്യം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയുടെ കൂടെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഒരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ നമുക്ക് ഇവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷ സംരംഭങ്ങളും ഭവനത്തിലെ അംഗങ്ങളുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യത്തിൽ അനുദിന ചിലവുകൾ വർദ്ധിച്ചു വരികയാണ്. സഹനത്തിൽ, ദൈവികമായ അനുഗ്രഹത്തിൽ ത്യാഗപൂർവമായ ജീവിതം നയിച്ചുകൊണ്ടാണ് സിസ്റ്റേഴ്സ് ഇവർക്ക് രുചികരമായ ഭക്ഷണവും മരുന്നുകളും തരപ്പെടുത്തുന്നത്. വിവാഹം, ജന്മദിനം, പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം എന്നിങ്ങനെയുള്ള ആഘോഷാവസരങ്ങളിലെല്ലാം ഈ മക്കൾക്ക് ഭക്ഷണം നൽകി സ്നേഹപൂർവ്വം പരിചരിക്കാൻ എത്തുന്നവരുമുണ്ട്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫ്, ഇവിടുത്തെ ഇപ്പം കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അല്ലാതെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട്, പിന്നെ സോഷ്യൽ വർക്കിലെ ചില ആളുകൾ വരാറുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ നഴ്സിംഗ് കോളേജസിൽ നിന്നുള്ള സ്റ്റുഡൻസും ട്യൂട്ടേഴ്സ് അങ്ങനെ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അവരെല്ലാവരും ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു കെയർ ഗിവിങ്ങിൽ നമ്മളൊരു ടീം വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഒരു വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ അതേപോലെയുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവരോട് പെരുമാറാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഹ്രസ്വമായ ഈ ലോക ജീവിതത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രചാരകരായി ദൈവിക സ്നേഹം പകർന്നു നൽകുന്നു. കൃത്യമായി മരുന്നുകളും പരിചരണങ്ങളും ലഭിക്കുന്നതുകൊണ്ട് രോഗങ്ങളിൽ നിന്നുള്ള മോചനം വളരെ പെട്ടെന്നുണ്ടാകുന്നുണ്ട്.
ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുക, ഞങ്ങളോടൊത്ത് ചിരിക്കുക, കളിക്കുക. ഞങ്ങൾ അവരെ കൂടുതൽ ഉല്ലാസഭരിതരായി കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാക്കിക്കൊള്ളും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വരികയാണെങ്കിൽ അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്തി, പിന്നെ സ്വീറ്റ്സ് എല്ലാം നൽകി അവർക്ക് ചെയ്യാവുന്ന എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് പാട്ട് പാടിക്കുക, കളിപ്പിക്കുക, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരും എന്തെങ്കിലും പറയിപ്പിക്കുക. പിന്നെ ക്രിസ്മസ് വരിക, ഈസ്റ്റർ വരിക, ഓണം വരിക, പിന്നെ അവരെ കൊണ്ടൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ പലതരം കളികളൊക്കെ കളിപ്പിച്ചുകൊണ്ട് അവരും നമ്മളിങ്ങനെ ഈ മത്സരമായിട്ടുള്ള കളികൾ കളിപ്പിച്ചുകൊണ്ട് സമ്മാനങ്ങൾ കൊടുത്തതുകൊണ്ട് അവരും മറ്റുള്ളവരെ പോലെ ചെയ്യാൻ കഴിയുമെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ തങ്കി തീർത്ഥാടന കേന്ദ്രത്തിന് സമീപമാണ് സെന്റ് റീത്താസ് ഹോസ്പിറ്റലും മാനസിക കേന്ദ്രവും. ഇവിടെയുള്ളവരെ ദിശാബോധമുള്ളവരായി വളർത്തുവാനും ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും ശ്രമിക്കുന്ന സിസ്റ്റേഴ്സ് ദൈവിക കൃപാവരത്തിനുമായി ദേവാലയത്തിലേക്ക് എന്നും കൊണ്ടുപോകുന്നു. ശുദ്ധമായ വായു ശ്വസിച്ചുള്ള 50 മീറ്റർ യാത്രയും പീഡാനുഭവ തിരുസ്വരൂപത്തിനു മുന്നിലുള്ള ഭക്തിപൂർവമായ പ്രാർത്ഥനയും രോഗശാന്തി നൽകുന്നു. കൂടുതലും ഞങ്ങൾക്ക് ആത്മീയ ചൈതന്യം പകർന്നു തരുന്നത് ഈ അത്ഭുത തിരുസ്വരൂപമാണ്. അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യവും സാധിച്ചു തരുന്നുണ്ട്. മറ്റുള്ളവർ ഞങ്ങളോട് ഇവിടെയാണല്ലോ എന്ന് കരുതി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂടുതൽ ആനയിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നു. രോഗങ്ങളും ഒറ്റപ്പെടലുകളും സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷം കുറയ്ക്കാനും മാനസികമായ ഉല്ലാസത്തിലൂടെ മാനസിക വളർച്ച നേടുവാനുമായി എല്ലാ ദിവസവും ഇവരെ വിവിധ കളികളിൽ പങ്കെടുപ്പിക്കുന്നു. ഇതിനായി റിക്രിയേഷൻ ഹാൾ തന്നെ ഇവിടെയുണ്ട്. വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വേറെ ഇപ്പോൾ ഒത്തിരി തിരക്കും വളരെ ബിസി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിൽ ഇവർക്ക് വേണ്ടി കൂടുതൽ ടൈം ചിലപ്പം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതുപോലുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഓരോ പേഷ്യൻസിനും ഓരോ രോഗികൾക്കും അവർക്ക് വേണ്ടത്ര സമയം നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. അവരുടെ പ്രശ്നങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളൊരു അവസരവും അതിനുള്ള ആളുകളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് എല്ലാ കേസുകളിലും അല്ല, അങ്ങനെ ചില കേസുകളിൽ ഇപ്പോൾ ചിലതരം രോഗങ്ങളിൽ ഇത് നീണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നമ്മൾ കൂടുതൽ കാലം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ രോഗിയല്ലെന്ന ചിന്തയുണ്ടാക്കി സ്വന്തമായി കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാൻ സൗഹൃദപരമായ പെരുമാറ്റവും പ്രകൃതിയോട് ചേർന്ന ജീവിത രീതികളും സഹായിക്കുന്നു. രോഗങ്ങൾ മാറിയാലും സമൂഹം അംഗീകരിക്കാത്ത അവസ്ഥ ഇവരെ മാനസികമായും തളർത്തുന്നുണ്ട്. ഈ അവസ്ഥ മാറ്റിയെടുക്കുവാൻ സമൂഹം തയ്യാറാകണം. സ്നേഹപൂർവം എല്ലാവരോടും പെരുമാറുമ്പോൾ എല്ലാവരും നന്മയുള്ളവരായി ഭൂമിയിൽ ജീവിക്കുമെന്ന സത്യം നാം മറക്കരുത്. പാഴാക്കിടുന്നു ഈ ജന്മം, പാലോക ചിന്ത നിറഞ്ഞു, ആഡംബരത്തിൽ വ്യാമോഹമാർന്നു, അകലുകയോ ദേവസന്നിധി വീട്ടിന്നു നീ, അകലുകയോ ദേവസന്നിധി വീട്ടിന്നു നീ.